അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള ഒരു വീടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന വഴി നല്ല വീതിയുള്ളതായിരിക്കണം, ബസ് സ്റ്റോപ്പ് അടുത്തായിരിക്കണം, മെയിൻ ജംഗ്ഷനിലേക്കൊക്കെ പോകുന്നതിന് സൗകര്യപ്രദമായിരിക്കണം. അങ്ങനെയൊക്കെയാണ് വീട് നോക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. പിന്നെ കിണർ വെള്ളം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള ഒരു വീടുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. 6 സെൻറ്റ് സ്ഥലത്ത് 3000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു 4 ബെഡ്റൂം വീട്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ആ വീട്. നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ വീഡിയോ നോക്കാം. ഈ കാണുന്ന വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. 6 സെൻറ്റ് സ്ഥലത്തിലാണ് വീട് വരുന്നത്. പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ സ്ഥലം വരുന്നത് കിഴക്കമ്പലത്താണ്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് വീട് വരുന്നത്. നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു വീട്. 6 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 3-4 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 വലിയ ബാൽക്കണി കാണാം. മുകളിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്ന ഡിസൈൻ വരുന്നുണ്ട്. ഈ ഭാഗത്ത് മുഴുവനായിട്ട് ഒരു എ ടൈപ്പ് സ്ട്രക്ചർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് മുഴുവൻ ക്ലാഡിംഗ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. അതെല്ലാം പോളിഷ് ചെയ്ത് വളരെ മനോഹരമായ രീതിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ കാണുന്ന റോഡാണ്. ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ വീട് വരുന്നത്. വലിയ വാഹനങ്ങൾ കടന്നു വരത്തക്ക രീതിയിലുള്ള വലിയ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മതിൽ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു പെഡസ്റ്റൽ ഗേറ്റ് കാണാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബും ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് സ്ലൈഡിംഗ് ഗേറ്റ്, വലിയ ഗേറ്റ് വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം വെറും 9 കിലോമീറ്റർ മാത്രമാണ്. അതുപോലെ തന്നെ സമരറ്റൻ ഹോസ്പിറ്റൽ അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. കിഴക്കമ്പലത്ത് തന്നെ നമുക്ക് ഹോസ്പിറ്റൽ സൗകര്യങ്ങളും സ്കൂളും കോളേജുകളും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. കിഴക്കമ്പലം മാർക്കറ്റിലേക്ക് ഏകദേശം ഒരു 700 മീറ്റർ ആയിരിക്കും ദൂരം വരിക. അപ്പോൾ നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ മനോഹരമായി നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ച ഒരു വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീണ്ടും വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. ഈ ഭാഗത്ത് ഇവിടെ ഒരു കർവ് ഷേപ്പാണ് വരുന്നത്. അവിടെ ടെറാക്കോട്ട ജാളികളാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ കടപ്പ കല്ലുകളാണ് നൽകിയിരിക്കുന്നത്. അവിടെ അതിൻ്റെ വർക്കുകൾ ഏകദേശം ഒരു 95% വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. ഇവിടെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇപ്പോൾ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കടപ്പ കല്ലുകൾക്കിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നു. ഇവിടെയാണ് കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യം കൊടുത്തിരിക്കുന്നത്. വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ കവേർഡ് കാർ പാർക്കിങ്ങിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ വാഹനങ്ങളെല്ലാം ചാർജ് ചെയ്യുന്നതിനായിട്ട് ഒരു ചാർജിങ് പോർട്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. വീടിന് ഈ വശത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മിനിമം ഒരു 3 വാഹനമെങ്കിലും പാർക്ക് ചെയ്യാം. ഈ വീട്ടിൽ വലിയ 3 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് കിണർ വരുന്നത്. ഇതാണ് കിണർ. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. കാണുമ്പോൾ തന്നെ അറിയാം, നല്ല വെട്ടുകളുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന ഏരിയയിലാണ് വീട് വരുന്നത്. ഇവിടെ വർക്ക് ഏരിയക്കുള്ള സ്പേസാണ്, അത് നിർമ്മിച്ചിട്ടില്ല, അത് നിർമ്മിച്ച് നൽകുന്നതാണ്. വീടിൻ്റെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഫ്രണ്ട് മുറ്റം തന്നെ ഈ വീടിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ ഒരു സൈഡിലും അത്യാവശ്യം വലിയ ഒരു ഏരിയ തന്നെ. നമുക്ക് ആ സൈഡിലും 2-3 വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം. അവിടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു 5 വാഹനമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിൽ നമുക്ക് ഇവിടെ ലഭ്യമാകുന്നുണ്ട് എന്നാണ്. ഇവിടെ പില്ലർ കൊടുത്തിട്ടുണ്ട്. ആ പില്ലറിൽ ക്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ആ പില്ലറിൽ ക്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ച് ഡിസൈൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ജനലുകളെല്ലാം മനോഹരമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ജനലുകൾക്ക് നൽകിയിരിക്കുന്നത്. ഫ്രഞ്ച് വിൻഡോയാണ് വരുന്നത്. 4 പാളി ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സ്റ്റെപ്പുകൾ കൊടുത്തിരിക്കുന്നു. ഇതാണ് മെയിൻ ഡോർ. മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് തേക്കൂട്ടിലാണ്. നല്ല വലിയ 2 ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. 2 പാളികളുള്ള മെയിൻ ഡോറാണ് വരുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ലിവിങ് ഏരിയയാണ്. ഇവിടെ ഒരു 3 പാളി ജനൽ കാണാം. ഇത് നമ്മൾ
സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ട ജനലാണ്. അതുപോലെ തന്നെ വലിയ ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടൈലായി അപ്പോക്സി ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളറാണ് ടൈലുകൾക്ക് വരുന്നത്. ഇവിടെ മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. പ്രൊഫൈൽ ലൈറ്റുകളാണ് കൂടുതലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. TV യൂണിറ്റ് വരുന്നത് ഈ ഭിത്തിയിലാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തായിട്ടാണ് TV വരുന്നത്. അതിന് കോവർ ലൈറ്റിങ് കൊടുത്തിരിക്കുന്നു. മുകളിലെല്ലാം ക്യൂരിയോസ് വയ്ക്കാനുള്ള സ്പേസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു ക്യൂരിയോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അവിടെ ഒരു ആർക്കി ഡ്രൈവ് കാണാം. ഇതാണ് ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസ് നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ്. നോക്കിയാൽ അറിയാം, വലിയ സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഴയ മച്ചുകളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ ഒരു 3 പാളി ജനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു ക്യൂരിയോ ഷെൽഫ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ഗ്ലോസി ആയിട്ടുള്ള ലാമിനേറ്റ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുകളിൽ ഒരു ലെഡ്ജ് പോലെ കൊടുത്തിട്ടുണ്ട്. പർഗോളകൾ കൊടുത്തിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നല്ല ടൈല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജാഗ്വാറിൻ്റേതാണ് വാഷ് ബേസിൻ. അതുപോലെ ടാപ്പ് സെറയുടേതാണ്. ഇവിടെ വാനിറ്റി കൗണ്ടറാണ് വരുന്നത്. ടേബിൾ ടോപ്പായി ഫുൾ ബോഡി ടൈലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡൈനിങ് ഏരിയ. ഇവിടെയാണ് കിച്ചൺ വരുന്നത്. വിശാലമായിട്ടുള്ളത് തന്നെയാണ് കിച്ചൺ. കിച്ചണിലേക്ക് പോകുമ്പോഴും ഒരു ആർക്കി ഡ്രൈവ് കാണാം നമുക്ക്. ഇവിടെയും വലിയ ഷെൽഫുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലൈറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത ഒരു ഭാഗവും കാണാം. ഇവിടെ ഹാങ്ങിങ് ലൈറ്റുകൾ 3 എണ്ണം വരുന്നുണ്ട്. ഇതാണ് കിച്ചൺ. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയുള്ള ടൈലുകൾ മാറ്റ് ഫിനിഷിലാണ് കിച്ചണിലുള്ള ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബീച്ച് കളറാണ് ഇവിടെ കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത്. താഴെയെല്ലാം പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ട് കബോർഡുകളെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റൗ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചിമ്മിനി ഫാബറിൻ്റേതാണ്, അതും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഹാങ്ങിങ് ലൈറ്റുകൾ നമുക്ക് കാണാം. കിച്ചണിൽ നമ്മൾ സാധാരണ കാണാത്ത രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. 2 ബെഡ്റൂമുകളാണ് ഈ വീടിന് താഴത്തെ നിലയിലുള്ളത്. അതുകൂടാതെ ഇവിടെ 3 ഫേസ് കണക്ഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. ഇവിടെ നമുക്കൊരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ടൊക്കെ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്യാവുന്ന ഒരു ഏരിയയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം. ഡോറ് പോളിഷ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബെഡ്റൂം. ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പാളി ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയ വാർഡ്രോബാണ് വരുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വലിയ വാർഡ്രോബ്, ഒരു ഡ്രസ്സിങ് ഏരിയ അതിന് കൂടെ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് വളരെ സിമ്പിളാണ്. പ്രൊഫൈൽ ലൈറ്റുകൾ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഷെൽഫും കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റാണ് വരുന്നത്. സെറയുടേതാണ് ക്ലോസറ്റ്. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബ്ലാക്ക് കളർ ടൈല് കൊടുത്തിട്ടുണ്ട്. 2 ഡിഫറെൻറ്റ് കളർ, ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വെറ്റും ഡ്രൈയുമായിട്ട് ബാത്റൂം തിരിച്ചിട്ടുണ്ട്. ഷവർ വരുന്നത് ഇവിടെയാണ്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, അവിടെ എക്സോസ്റ്റ് ഫാൻ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ബെഡ്റൂമിൻ്റെയും ബാത്റൂമിൻ്റെയും വിശേഷം. ഇനി നമുക്ക് താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം നോക്കാം. 2ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ലിവിങ് സ്പേസിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ 2ാമത്തെ ബെഡ്റൂമായി. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. വലിയ വിശാലമായിട്ടുള്ള വലിയ വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഒരു ബേ വിൻഡോ പോലെയാണ് ഇവിടെ ചെയ്ത് എടുത്തിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. അവിടെ പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂമുകളാണ്. ബാത്റൂം ഇവിടെയാണ് വരിക. ഫൈബർ ഡോറ് ബാത്റൂമിന് വരുന്നു. നല്ല ഭംഗിയുള്ള ടൈലുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ്. ഈ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. ഇവിടെ
ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെയുള്ള ക്ലോസറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് ഈ ഭാഗത്ത് കയറി വരുമ്പോഴാണ് ഷവർ, റെയിൻ ഷവർ കൊടുത്തിരിക്കുന്നത്. വലിയ ഷവറാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ബാത്റൂമിൻ്റെ വിശേഷം. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇവിടെ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അവിടെയാണ് ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് വരാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റിങ്ങിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് കാണാം. ഈ സ്റ്റെപ്പ് പോകുന്ന പോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റിങ് ചെയ്തിട്ടുണ്ട്. ടഫൻഡ് ഗ്ലാസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ്രയിലായിട്ട് കൊണ്ടു കയറി വരുമ്പോൾ ഇവിടെ നമുക്കൊരു 3 പാളി ജനൽ, മുകളിലേക്ക് നോക്കുമ്പോൾ ഷാൻഡിയറും കൊടുത്തിട്ടുണ്ട്. അവിടെയും പ്രൊഫൈൽ ലൈറ്റിങ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലത്തെ നിലയിൽ അപ്പർ ലിവിങ് സ്പേസ് ഒന്ന് നോക്കാം. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. വലിയ വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ തന്നെ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വലിയൊരു സ്പേസാണ്. മുകളിൽ ഫോൾ സീലിങ്ങിൻ്റെ ഭംഗിയും കാണാം. ഇവിടെ ഒരു 3 പാളി ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പർ ലിവിങ് ഏരിയയിൽ നമുക്ക് 2 ബെഡ്റൂം, യൂട്ടിലിറ്റി ഏരിയ എന്നിവയിലേക്ക് പോകാം. ഇവിടെ ചെറിയൊരു ടേബിള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീടിന് 5 ബെഡ്റൂമുകളാണുള്ളത്. ഒരു യൂട്ടിലിറ്റി സ്പേസുമാണുള്ളത്. നമുക്ക് 4 ബെഡ്റൂമുകൾ എന്നാണ് നമ്മൾ പറഞ്ഞത്, പക്ഷേ മാറിപ്പോയിട്ടുണ്ട്. 5 ബെഡ്റൂമുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ആ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ബേ വിൻഡോ കൺസെപ്റ്റിൽ തന്നെയാണ് ഈ വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനലും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോൾ സീലിംഗ് വർക്കുകളൊന്നും ഒരുപാട് താല്പര്യമില്ലാത്തവർക്ക് ഈ വീട് നല്ല അനുയോജ്യമായിരിക്കും. കാരണം ലൈറ്റിങ് മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വലിയ വിശാലമായിട്ടുള്ള ബാത്റൂം, പ്രീമിയം ലുക്ക് തരുന്ന വാൾ ടൈലുകൾ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഗ്ലോസിയാണ് ടൈല്. ഇവിടെ സെറയുടെ ക്ലോസറ്റ്, ഇവിടെ വാഷ് ബേസിൻ, കൗണ്ടർ ടോപ്പൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ തന്നെയാണ് ഷവറും വരിക. അപ്പോൾ മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം ഇനി നമുക്ക് നോക്കാം. അത് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ 2ാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും വലിയ വാർഡ്രോബുകളാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. പ്രൊഫൈൽ ലൈറ്റിങ് ഡിഫറെൻറ്റ് പാറ്റേണിൽ തന്നെ ഓരോ ബെഡ്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ഇവിടെയാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ തന്നെയാണ്. എല്ലാം സെയിം ടൈപ്പ് ഡോറ്. ഇതും വലിയ ബാത്റൂമാണ്. വെറ്റും ഡ്രൈയുമായിട്ട് ഇവിടെയും തിരിച്ചിട്ടുണ്ട്. 2 ഡിഫറെൻറ്റ് കളർ പാറ്റേൺസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ്. ഇവിടെ ഒരു വാഷ് ബേസിനും ഒരു ചെറിയ ഷെൽഫും എല്ലാമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൗകര്യപ്രദമായ വലിയൊരു ബാത്റൂം തന്നെയാണ് ഇത്. ഇനി നമുക്ക് ബെഡ്റൂം അല്ലെങ്കിൽ സ്റ്റഡി റൂം ആക്കാവുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. ഇതാണ് ആ റൂം. യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയാൻ പറ്റില്ല. യൂട്ടിലിറ്റി സ്പേസ് വേറെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊരു സ്റ്റഡി റൂം അല്ലെങ്കിൽ വേണമെങ്കിൽ ബെഡ്റൂം ആക്കാം. അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്പേഷ്യസ് ആണ്. ഇനി യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഈ ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റാണ്. ഇവിടെയാണ് യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിരിക്കുന്നത്. അതും വിശാലമായിട്ടുള്ള ഏരിയ തന്നെയാണ്. കോൺക്രീറ്റിൽ തന്നെയാണ് അത് എടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഗ്രില്ലിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കയറി മുകളിലേക്ക് വരുമ്പോൾ ടെറസാണ്. നമുക്ക് ടെറസ് കൂടി ഒന്ന് കാണിച്ചേക്കാം. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത ഒരു വീടാണിത്. ഇതാണ് ടെറസ്. വലിയ ടെറസ് ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വലിയ ടെറസ് ഏരിയയും കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കാണാനുള്ളത് ബാൽക്കണി മാത്രമാണ്. ഇനി പോകുന്നത് ബാൽക്കണിയിലേക്കാണ്. അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. ഒരു 2 കവേർഡ് സ്പേസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. 2 ബാൽക്കണികളാണ് ഇവിടെ ഉള്ളത്. ഹാൻഡ്രൈൽ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ സിറ്റ് ഔട്ടിൽ കണ്ട ഒരു പില്ലറുണ്ട്. അത് മുകളിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നത് കാണാം. അവിടെ കൊടുത്തിരിക്കുന്ന ക്ലാഡിങ് ടൈലുകളാണ്. ഇവിടെ ഒരു പർഗോളയെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. വലിയ വിശാലമായിട്ടുള്ള
ഒരു ഏരിയ തന്നെയാണ് ഈ ബാൽക്കണിയുടെ ഏരിയ. അപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു വീട് തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള വീട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വീടാണിത്. 6 സെൻറ്റ് സ്ഥലത്ത് ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് കിഴക്കമ്പലത്താണ്. കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററാണ് വീട്ടിലേക്കുള്ള ദൂരം. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 9 കിലോമീറ്ററൊക്കെ ആയിരിക്കും ദൂരം വരിക. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ മനോഹരമായി നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ച ഒരു വീട്. ഈ വീടിൻ്റെ വില 1.25 കോടി രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. വീട് കാണാനും വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.